ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ 25-ാം ദിവസത്തേക്ക് സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികതയെ നമ്മളങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ ഒരു മാജിക്കലി നമ്മളുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ദിവസവും പരിശീലനം ചെയ്യാൻ തോറും നമ്മൾ പ്രപഞ്ചവുമായിട്ട് ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു നിയമത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ലെവലിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ ഗുണം? ഈ ഒരു ഗെയിം കളിക്കും തോറും നമ്മൾക്ക് ഭയങ്കര രസകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ ലൈഫ്. ഇന്നലെ വരെ നമ്മൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ ലൈഫ് ഓരോ ദിവസവും ഒരു രസകരമായിട്ടുള്ള ഒരു ലൈഫായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസുകൾ എവറി ഡേ നമ്മൾ ചെയ്യുവാണ്. എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സൃഷ്ടിക്കുവാണ്. നമ്മളാണ് ക്രിയേറ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെയധികം നമ്മളുടെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡുമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നൽകാനായിട്ട് പ്രപഞ്ചം നമ്മൾക്ക് എന്നും സദാ സന്നദ്ധനായിട്ടുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിന് വെറുതെ ഓടി വന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം കയ്യിലേക്ക് തരാനും സംഭവിക്കില്ല. എന്ത് ചെയ്യണം? നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ആ പ്രപഞ്ചം തന്നെ സയൻസൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ അടയാളങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്ദിയുടെ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങണം. അപ്പോൾ പ്രപഞ്ചം നമ്മൾക്ക് ചില സമയത്ത് ഈ വഴി പൊക്കോ എന്നുള്ളൊരു സൂചന തരും. ചില സമയത്ത് നമ്മളോട് പറയും ഈ വഴി പോകണ്ടെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഓരോ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി ഒരു മാന്ത്രികമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മുടെ ലൈഫ് തന്നെ ഓരോ ചേഞ്ചും നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ട് മാറും? ഓരോ ചേഞ്ചും എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അതൊക്കെ നേടും. അതിനെന്ത് ചെയ്യണം? ഇപ്പം സാധാരണഗതിയിൽ ഈ ഡെയിലി റോഡിലൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ആംബുലൻസ് ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും സത്യത്തിൽ എപ്പോഴും ജയ്മോൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സൈഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ മാറ്റും, എന്നിട്ട് ഓടി വിടും. കാര്യം എന്താ? ഓരോ ആംബുലൻസും നമ്മൾക്ക് തരുന്നൊരു സൂചന എന്താ? ആ ഒരു മനുഷ്യൻ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓടുവാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ശരിക്കും ദൈവം നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്നും നന്ദിയുള്ളവരാകണം എന്നുള്ള ഒരു തോട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഓരോ ആംബുലൻസിൻ്റെ സൈറൺ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമ്മളുടെ ആ സമ്പൂർണ്ണ ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയാനായിട്ടുള്ള ഒരു മൊമെൻ്റാണത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഒരാളെ കാണാൻ. അപ്പം നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് നന്ദി പറയാൻ പറ്റണം. കാരണം നമ്മൾക്ക് എത്രയധികം നന്നായി ജീവിക്കാൻ പറ്റണം, എത്ര നല്ല രീതിയിൽ നമ്മളുടെ ബോഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. നമ്മളുടെ ആ ഒരു വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുവാണ് നല്ല തിന്നായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വെയിറ്റിൽ നിൽക്കുന്ന ഒരാളെ കാണുവാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് എൻ്റെ വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആണ് കുറച്ചത്. അപ്പോൾ നമ്മൾക്കൊരു യൂണിവേഴ്സ് ഒരു അടയാളം തരുവാണ്, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും, പക്ഷെ നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിറ്റേ ദിവസമായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എടുക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ആക്ഷനൊക്കെ തുടങ്ങുമ്പോൾ മാന്ത്രികമായിട്ട് നമ്മൾ ആ ഡ്രീം വെയിറ്റിലേക്ക് നമ്മളും എത്തും. നമ്മളുടെ സബ് കോൺഷ്യസ് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ഫിസിക്കൽ എക്സസൈസിനെ കൊടുക്കും. നമ്മൾ മെൻ്റലി വളരെ ഹാപ്പി ആവും. നമ്മൾ കാണുന്ന എൻഡ് റിസൾട്ട് നമ്മൾ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമ്മൾ ആ ഡ്രീം വെയിറ്റിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഓരോ അടയാളങ്ങളിൽ നന്ദിയുള്ളവരാവാൻ നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഒത്തിരിയധികം സൂചനകൾ നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവരും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ബാങ്കിൻ്റെ ഒക്കെ അടുത്തുകൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ്. കാര്യം എന്താ? എനിക്ക് എപ്പോഴും ബാങ്കിനോട് ഭയങ്കര ഒരു സന്തോഷമാണ്. കാര്യം ഈ ബാങ്കുകളൊക്കെ ലോണുകളൊക്കെ തന്നതുകൊണ്ടാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയത്. ആ ബിസിനസ്സുകളാണ് എന്നെ ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റിയത്. അപ്പം ഞാൻ എപ്പോഴും ഏത് ബാങ്ക് കാണുമ്പോഴും എനിക്കൊരു നന്ദിയുടെ ഒരു മനസ്സാണ് എപ്പോഴും ഒരു ബാങ്കിനോട് ഉണ്ടാവുക.
എഗൈൻ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അവിടെ കയറിയിട്ട് ആ നല്ല രീതിയിലുള്ള സ്ഥലത്ത് പോയിട്ട് നല്ല ജ്യൂസസ് കഴിക്കാൻ പറ്റണു, നല്ല ഫുഡ് കഴിക്കാൻ പറ്റണു. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു മാജിക്കലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ് കാണുമ്പോഴും അവിടെ പോയിട്ട് ഒരു ഡിഷ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴും അവർ തന്നെ ആ സർവീസ് എൻജോയ് ചെയ്യുമ്പോഴും അവർക്ക് ആ പേ ചെയ്യുമ്പോഴും ഒക്കെ വളരെ സന്തോഷമാണ്. കാര്യം എന്താ, ഇങ്ങനെയുള്ള ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുള്ളത് കൊണ്ട് നല്ല നല്ല ഡിഷസ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റണം, നല്ല നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. നമ്മൾ ക്യാഷും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ഈ ക്യാഷ് ഉള്ളത് കൊണ്ട് നല്ല മെമ്മറീസ് നമ്മൾക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോന്നിനും നമ്മളെപ്പോഴും നന്ദിയുള്ളവരാവുക. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാവർക്കും രാവിലെ തന്നെ കാണുന്ന ആൾക്കാർക്ക് ഗുഡ് മോർണിംഗ് വളരെ പോസിറ്റീവായിട്ട് പറയാറുണ്ടോ? അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പറയുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു സന്തോഷത്തോടെ ചിരിച്ചിട്ട് നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുവാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ വളരെ ദുഃഖത്തിരിക്കുന്ന ഒരാളെ പോലും സന്തോഷിപ്പിക്കാനും അവരുടെ ആ ഇമോഷനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യാനും നമ്മൾ ഈ ഗുഡ് മോർണിംഗിന് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ 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 പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, ഒരു നന്ദിയുടെ സംസ്കാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, കൃതജ്ഞത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദൈനംദിന പ്രവർത്തനമാക്കി മാറ്റുമ്പോൾ പ്രപഞ്ചം നമ്മളുടെ ജീവിതത്തെ തന്നെ മാന്ത്രികമായിട്ട് ഉയർത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ആകർഷണ നിയമം വെച്ചിട്ട് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. നമ്മളെപ്പോഴും നമ്മൾ എന്ത് തൊട്ടാലും പൊന്നാവണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? എവറി ഡേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നന്ദിയുള്ളവരാവുക. ഒരാൾ വിളിക്കുമ്പോൾ ആ കോളിന് തന്നെ നന്ദി ഉണ്ടാവുക. കാരണം നമ്മളെ ഓർത്ത് വിളിക്കാൻ ഒരാളുള്ളത് എത്ര വലിയ കാര്യമാണ്. എത്ര മനുഷ്യർക്ക് ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കാനായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസ് കുക്കറാണ്. ആ റൈസ് കുക്കർ മേടിച്ചിട്ടൊരു 10-15 വർഷമായി. ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ സമയത്ത് വാങ്ങിയൊരു സാധനമാണ്. സത്യത്തിൽ കഴിഞ്ഞ സൺഡേ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴേ അത് ശരിക്കും പ്രവർത്തിക്കണില്ല. അപ്പോൾ ഞാൻ ഓർത്തു, നല്ലൊരു റൈസ് കുക്കർ മേടിക്കാൻ സമയമായി. എന്നാൽ ഇത്രയും നാൾ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയല്ലോ, നന്ദി. കാരണം ഇത്രയും വർഷം അത് നന്നായിട്ട് ഉപയോഗിച്ചു. എത്രയധികം ഗീ റൈസ്, എത്രയധികം ബിരിയാണികളൊക്കെ ഈ ഒരു സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റി. കുറേ ചിക്കൻ റൈസ്, പല പല കാര്യങ്ങൾ. അപ്പോൾ ആ നല്ല മെമ്മറി വന്നപ്പോൾ സത്യത്തിൽ കുറച്ച് വിഷമമുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സന്തോഷം കൊടുക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഓർക്കുവാണ്, ഇനി ഓൾമോസ്റ്റ് ഒരു പുതിയ വേറൊരെണ്ണം മേടിക്കണം. അപ്പോൾ അതിനെ നമ്മളൊരു നന്ദിയോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളത് പ്രവർത്തിച്ചതിന് അതിന് നന്ദി സമർപ്പിക്കുക ചെയ്യണേ. അല്ലാതെ അയ്യോ അത് പോയല്ലോ അങ്ങനെയല്ല നമ്മൾ പറയണ്ടേ. നമ്മൾക്കത് ഇത്രയും വർഷം എത്രയധികം സർവീസാണ് നമുക്കത് തന്നേ, അതിന് നമ്മൾ നന്ദി അർപ്പിക്കാം. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ആ കൃതജ്ഞത കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചെയ്യുക. കാര്യം ഓരോ നല്ല ദിവസത്തിനും ആ ദിവസത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസം തന്ന അനുഭവങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നാളത്തെ ദിവസത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുക ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഈ ഒരു ഫോക്കസിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് മാന്ത്രികമായിട്ട് ഉള്ളൊരു ദിനങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിക്കുന്ന ഒരു കളി കളിക്കുന്ന ഒരാളായിട്ട് മാറാനും നിങ്ങളിത് സഹായിക്കും. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം? നമ്മൾക്ക് ലഭിച്ച 10 അനുഗ്രഹങ്ങളിൽ എണ്ണുക. ആ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നന്ദി പറയണേന്ന് ആവർത്തിച്ച് എഴുതിയിട്ട് ഒച്ചയിൽ പറഞ്ഞ് നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക. ആ ചുറ്റുപാടുകളിൽ നമ്മൾക്കുണ്ടാകുന്ന സംഭവങ്ങളിൽ ഒരു 7 കാര്യം ഇന്ന് സെലക്ട് ചെയ്യുക. ആ 7 കാര്യങ്ങൾക്ക് നന്ദി പറയണ ലെവലിലേക്ക് പോവുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണും, ഓൾമോസ്റ്റ് നമ്മൾക്ക് നന്ദി പറയാനായിട്ടുള്ളൊരു 7 കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുക. ആ കാര്യത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുക. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള സാധാരണ കാര്യം തന്നെ എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ കാണുന്ന ശരിക്കും ഞാൻ നോക്കണ 1-2 ആൾക്കാർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ശരീരഭാരം നിലനിർത്തുകയും വളരെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ എൻ്റെ ലൈഫിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ എവറി ഡേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഒരു കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 10,000 സ്റ്റെപ്സ് എന്ന് പറയുന്നത്
എവറി ഡേ അത് ചെയ്യാറുണ്ട്. അങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫിൽ വന്ന മാറ്റം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരോട് നന്ദിയോടെ ചിന്തിക്കാറുണ്ട്. അവർ നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്ന ആ ഒരു സപ്പോർട്ടിന് എന്ന് നന്ദി പറയാറുണ്ട്. അങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നന്ദി പറയണമെന്ന് ഒരു 7 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയാം. ഏറ്റവും അവസാനം കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മാജിക്കൽ കല്ലെടുക്കുക. ആ മാജിക് കല്ല് വെച്ചിട്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം നടന്ന ഓരോ നന്മയുള്ള കാര്യങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞിട്ട് ഇന്നത്തെ മാന്ത്രിക പരിശീലനം അവസാനിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 25 ദിവസത്തെ ജേർണിയിൽ നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് പങ്കുവയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്